ഒരാധുനിക സമൂഹത്തിൽ തന്തയ്ക്ക് പിറക്കുക എന്ന് പറയുന്നത് മാത്രമല്ല, അമ്മയ്ക്ക് പിറക്കുന്നത് വലിയ കാര്യം തന്നെയാണ്. ഒന്നും പെടാത്ത എൻ്റെ അമ്മ പുറത്തേക്ക് പോലും വരാറില്ല. എല്ലാ കോൺഗ്രസ്സുകാർക്കും വെച്ച് വിളമ്പി അങ്ങനെ ജീവിച്ചിട്ടുള്ള ഒരു പാവപ്പെട്ട സ്ത്രീനെ പറ്റിയിട്ട് വളരെ മോശമായ രീതിയിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ എനിക്ക് ഭയങ്കര സങ്കടം വന്നത്, ദേഷ്യമല്ല വന്നത്. ഞാൻ സാധാരണ ആരെയും തന്തയ്ക്ക് പിറക്കാത്തവർന്ന് വിശേഷിപ്പിക്കില്ല. കാരണം അത് ബയോളജിക്കലിയും കറക്റ്റ് അല്ല, പൊളിറ്റിക്കലിയും കറക്റ്റ് അല്ല. കാരണം അച്ഛനും അമ്മയ്ക്കും തുല്യ പ്രാധാന്യമുള്ളത്. ഈ ഒരാധുനിക സമൂഹത്തിൽ തന്തയ്ക്ക് പിറക്കുക എന്ന് പറയുന്നത് മാത്രമല്ല, അമ്മയ്ക്ക് പിറക്കുന്നത് വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അത് ബയോളജിക്കലി അത് കറക്റ്റ് അല്ല. പക്ഷേ മതേതര പാരമ്പര്യവും രാഷ്ട്രീയ പാരമ്പര്യവും എടുക്കുമ്പോൾ പത്മജ വേണുഗോപാൽ ഇനി കെ കരുണാകരൻ എന്ന തന്തയ്ക്ക് പിറന്നതല്ല എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. അത് ബയോളജിക്കലി അല്ല, പൊളിറ്റിക്കലിയും അതുപോലെ തന്നെ സെക്യുലർ സ്റ്റാറ്റിസ്റ്റിക്സും തന്തയ്ക്ക് പിറക്കാത്ത മകളായി പത്മജ വേണുഗോപാൽ ചരിത്രത്തിൽ ഇടം പിടിക്കും. ദയവ് ചെയ്ത് ഇനി കരുണാകരന്റെ മോള് എന്ന് പറയരുത്. ഇനി കരുണാകരന്റെ ലെഗസി പത്മജ എവിടെയെങ്കിലും ഉപയോഗിച്ചാൽ യൂത്ത് കോൺഗ്രസുകാർ തെരുവിലിറങ്ങി പത്മജയെ തടയുന്ന സാഹചര്യം. രാഷ്ട്രീയമായിട്ട് എടുക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ ആദ്യം എന്നോട് പറഞ്ഞിട്ടുള്ളത് ആരും വ്യക്തിപരമായിട്ട് കുറ്റം പറയരുതെന്ന് എന്നെ അച്ഛൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ഇതുവരെ ഞാൻ കൊണ്ട് നടന്നിട്ടുണ്ട്. ഇപ്പോഴും ഈ പറഞ്ഞ ആളുടെ പേര് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം മോഹൻലാൽ പറഞ്ഞ മരിയാങ്കോര തന്തയല്ലല്ലോ എൻ്റെ തന്ത. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയുടെ മനസ്സിന്റെ ശാപമാണ് ഈ മനുഷ്യനെ ഇപ്പൊ കിടന്ന് അനുഭവിക്കണം. കാരണം അത് പറയേണ്ട ഒരു കാര്യമില്ല. അത് പറഞ്ഞതിന് പല കോൺഗ്രസ്സുകാരും അദ്ദേഹത്തെ ചീത്ത പറഞ്ഞു എന്നും പരസ്യമായിട്ട് വഴക്ക് പറഞ്ഞു എന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. മുകളിൽ ഒരാളുണ്ടല്ലോ, ഞാനെല്ലാം അവിടെ അർപ്പിക്കുന്ന ഒരാളാണ്. അപ്പൊ നമ്മളെന്തെങ്കിലും ചെയ്താൽ അവിടെ നിന്ന് കിട്ടുന്ന കുറഞ്ഞോളും. അതുകൊണ്ട് ഞാൻ മിണ്ടാണ്ടിരുന്ന. ഇപ്പോഴും എനിക്ക് മിണ്ടാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇങ്ങനെ കണ്ടോണ്ടിരിക്കില്ല ഓരോന്നും ഇങ്ങനെ കിട്ടുന്നത്. അല്ലാണ്, കാരണം ഒരാളങ്ങനെ പറയില്ല ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മേനെ പറയാം, പക്ഷെ ഞാൻ ഒരിക്കലും ചെയ്യില്ല. കാരണം ആ അച്ഛനും അമ്മയും എന്ന് പറയുന്നത് എന്ത് പഴച്ചു അല്ലെ? അവർക്കിങ്ങനെ ഒരു മകൻ ഉണ്ടായി പോയത് അവരുടെ തെറ്റല്ലല്ലോ. അപ്പൊ ഒരിക്കലും അച്ഛനും അമ്മേനെയും സഹോദരിനെയും ഒന്നും നമ്മൾ ഇതിലേക്ക് വലിച്ചിഴക്കരുത്. ഇയാൾ ആദ്യം ചെയ്തതാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് അത്ര വലിയ അടുപ്പമില്ലാത്ത ആളായിരുന്നു. ആ മനുഷ്യനാണ് എന്നോട് ഇതിനെപ്പറ്റി പറയുന്നത്. പിന്നെ ഇതിലൊക്കെ ഗ്രൂപ്പിസൊക്കെ ഉണ്ട്. എന്താ പഴയമാരുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങളൊന്നും അല്ലല്ലോ ഇപ്പം എന്താ പറയാ, നമ്മളെ പണിയടിക്കുന്ന ആളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ ഒന്നും ഇല്ല ഇപ്പം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഏത് ഭാഗത്താ ഓരോരുത്തരെന്ന് പറയാൻ നിവൃത്തിയില്ലാത്തൊരു സ്ഥിതി. ഇതൊന്നും അല്ല, ഇതൊരു ചെറിയ കാര്യമാണ്. ഇനി കാര്യങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. ഇതിന്റെ മുകളിലുണ്ടല്ലോ കുറെ പേര്, ആരും നല്ല കക്ഷികളൊന്നും അല്ല.